കോൺവോ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മൈഗ്രെയിൻ കാരണം വല്ലാതെ ബുദ്ധിമുട്ടുന്നില്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഒരുപാട് മൈഗ്രെയിൻ രോഗികൾ നമ്മളോട് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡോക്ടറെ, ഈ മൈഗ്രെയിൻ എന്നുള്ള പ്രശ്നം നമുക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് വേദന വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതല്ല, അപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്ത് ഈ വേദന ഒന്ന് ശമിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വല്ലാതെ ചോദിക്കുന്നുണ്ട് എല്ലാ ആളുകൾ. പിന്നെ ചില ആളുകൾ പറയുന്നതാണ്, ഡോക്ടറെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാതെ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ തലവേദന വരുന്നുണ്ട്. അത് ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പത്തെ പിന്നെ നമ്മുടെ പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നത് 25 വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന എന്നും തലവേദനയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ട്രീറ്റ് ചെയ്ത സമയത്ത് അവർക്ക് ആ 3 ദിവസത്തിൽ തന്നെ അത് അവർക്ക് റിസൾട്ട് കണ്ടു എന്നുള്ളതാണ്. നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അവർക്ക് വളരെ എളുപ്പത്തിൽ അവരെ ഭക്ഷണം ഒന്ന് മാറ്റിയ സമയത്ത് അവർക്ക് 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ വേദന മാറിക്കിട്ടി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം നിങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ടെസ്റ്റുകളൊക്കെ നോർമലാണ് ഇതിൻ്റെ. കാരണം നല്ല തലവേദന വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ക്യാൻസർ ആണോ അല്ലെ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങളാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്തും അവരും പല ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തിട്ടും ഒക്കെ നോർമലാണ്. പക്ഷെ തലവേദന സഹിക്കുന്നില്ല, അല്ലെ തലവേദന മാറുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളും ഇത്തരങ്ങൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിലീഫിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് സാറാണ്. Q&B ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ യുനാനി കൺസൾട്ടന്റ് ആണ്. വെൽക്കം സാർ. നമ്മൾ മുമ്പ് സംസാരിച്ച പോലെ ആളുകൾക്കുള്ള വളരെ വലിയ കൺഫ്യൂഷൻ തന്നെയാണ് ഈ മൈഗ്രെയിൻ്റെ തലവേദന തീരെ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് പോസിബിൾ ആണോ? തീർച്ചയായും പോസിബിളാണ്. കാരണം അത് ഈ മൈഗ്രെയിൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരേപോലെയല്ല മൈഗ്രെയിൻ. ചില ആളുകൾക്ക് ഫുഡ് കഴിക്കാതിരുന്നാലും മൈഗ്രെയിൻ, ചില ആളുകൾ ചിലപ്പോൾ യാത്ര ചെയ്താൽ ഹെഡേക്ക് വരാറുണ്ട്, ചില ആളുകൾ സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ, ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാം, ചിലപ്പോൾ ഉറക്കം ഇല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഫുഡുള്ള ആളുകൾ എന്ത് ചെയ്യണം, ചില ഫുഡുകൾ കഴിച്ചാൽ നല്ല ഹെഡേക്ക് ഉണ്ടാവും, മൈഗ്രെയിൻ പെട്ടെന്ന് കൂടും, അത് അങ്ങനത്തെ കണ്ടീഷൻ വരും. അതേപോലെ തന്നെയാണ് ചില ആളുകൾക്ക്, എസ്പെഷ്യലി ലേഡീസിന് എന്ത് ചെയ്യാറുണ്ട്, മൈഗ്രെയിൻ നല്ലോണം വരാറുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഈസ്ട്രോജൻ സൈക്കിളിൻ്റെ ഒക്കെ കേസിൽ, അതായത് പീരീഡ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, മൈഗ്രെയിൻ നല്ലോണം വരാറുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഡീഹൈഡ്രേഷൻ കാരണമായിട്ട് ഉണ്ടാവാറുണ്ട്, വെള്ളം കൂടി കാരണമായിട്ട് എന്ത് ചെയ്യും, മൈഗ്രെയിൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, എല്ലാ മൈഗ്രെയിൻ എന്നുണ്ടാവും ഒരു ബേസിക് റീസൺ ഉണ്ടാവും, ഒരു ബേസിക് ആയിട്ടൊരു സാധനം ഉണ്ടാവും. അതിൽ നിന്നാണ് ഇവർക്ക് വേദനയും ഛർദ്ദിക്കാൻ വരുന്നതും തല ചുറ്റലും അതേപോലെ ലൈറ്റിലേക്ക് നോക്കുന്ന മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ബേസിക് റീസൺ ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് നമ്മൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. അതിൽ പല ആളുകൾ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടറെ ഇത് വേദന വരുന്ന സമയത്ത് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ആ വേദന ഒന്ന് കുറച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ്, എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇപ്പൊ നല്ല വ്യക്തമായ വേദന ഒന്നെങ്കിൽ വരുന്നതിന് മുമ്പേ അല്ലെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേദന ഒന്ന് ശമിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് പലപ്പോഴും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്. അതെങ്ങനെയാണ്, അങ്ങനെ പോസിബിൾ ആണോ? യെസ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഭാഗത്ത് ഭയങ്കര എന്തെങ്കിലും പെയിൻ അനുഭവപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആക്ച്വലി അവിടെ സർക്കുലേഷനിൽ കുറച്ച് ഇഷ്യൂസ് ചില ആളുകൾക്ക് വരാം, അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ കണ്ടീഷനിൽ ചില പ്രശ്നങ്ങൾ വരാം. അങ്ങനെ ഒരു ഇറഗുലാരിറ്റി വരുന്ന സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു പെയിൻ അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളൊരു തണുത്ത വെള്ളം കൊണ്ട് അല്ലെങ്കിൽ ഐസ് വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടും. ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും നല്ലൊരു ഫ്രഷ് എയർ നല്ലൊരു കണ്ടീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, ആശ്വാസം കിട്ടാറ്. എസ്പെഷ്യലി യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ തലവേദന കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറ്, ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി ഒന്ന് നല്ലൊരു ഫ്രഷ് എയർ കണ്ടായിരുന്നു ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഐസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കൂടുതൽ ലൈറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ ഓഫ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഇതേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സാധനം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എസ്പെഷ്യലി ഗട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അബ്ഡോമൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന മൈഗ്രെയിൻ ഉണ്ട്, ഗട്ട് ബ്രെയിൻ ആക്സിസ് റിലേറ്റഡ് ഒരു 90% ഓൾമോസ്റ്റ് വരുന്ന കേസുകൾ അങ്ങനത്തെ ഉണ്ടാവും കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് അറിയാം, അവർക്ക് തലവേദന വരുന്നതിന് മുമ്പ് ഒരു അസ്വസ്ഥത വരും, വയറിന് ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും വേണ്ട, നല്ലൊരു ബ്ലാക്ക് ടീ ഉണ്ടാക്കാം.
ഒരു നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കാം നല്ല സ്ട്രോങ്ങിൽ. എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരകയുടെ നീര് നല്ലോണം എന്ത് ചെയ്യുക, മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക എന്നുള്ളതാണ്. അത് എപ്പോൾ കുടിക്കണം? ഹെഡേക്ക്, തലവേദന വരുന്നതിന് മുന്നോടിയായിട്ട് കുടിക്കണം. തലവേദന വന്ന് കുടിച്ചാൽ അത്ര റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് വരുന്നതിന് മുന്നോടിയായിട്ട് അവർക്കറിയാം, പേഷ്യൻസിന് തന്നെ അറിയാം ഇത് ഓക്കെ എനിക്ക് ഒരു അസ്വസ്ഥത വരുന്നുണ്ട്, മിക്കപ്പോഴും ഇപ്പോൾ മൈഗ്രെയിൻ വരും, തലവേദന വരും. ആ ഒരു സിഗ്നൽ വരുന്ന സമയത്തിന് ഇത് കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ പേഷ്യൻറ്റ് ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഡീഹൈഡ്രേഷൻ, എസ്പെഷ്യലി ഇപ്പോൾ ചൂടുകാലം, നല്ല ചൂടാണ് സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കുടിക്കുക എന്നുള്ളത്. കാരണം വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, സിവിയർ ആയിട്ട് ഹെഡേക്ക് വരും എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പറയുന്ന വിഷയമാണ്, നല്ല തലവേദന വരും, പക്ഷെ ഒന്ന് ഛർദ്ദിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ആശ്വാസമുണ്ട്. മാത്രമല്ല ചില സമയത്ത് ഛർദ്ദിക്കുന്ന സമയത്ത് ഒരു മഞ്ഞ വെള്ളം പുറത്തോട്ട് വരുന്നതായിട്ടും കാണാറുണ്ട് എന്ന് പറയുന്നത്. അതെന്താണ്, അല്ലെ എന്ത് സംഭവിക്കുമ്പോഴാണ് ഈ അന്നപ്പോയിട്ട് മൈഗ്രെയിൻ്റെ തലവേദന റിലീഫ് വരുന്നത്? അത് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് അത് വരുന്നത്. ഒന്നെങ്കിൽ ചില ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി അവർക്ക് നല്ലോണം ഉണ്ടാകും. അതുപോലെ ആങ്സൈറ്റി ഉണ്ടല്ലോ നല്ലോണം കൂടുതലായിരിക്കും, കുറച്ച് സ്ട്രെസ്സ് നല്ലോണം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഈ ഒരു കണ്ടീഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീഷൻസ് നല്ലോണം കൂട്ടും, ഇൻഡസ്ട്രിയൽ സെക്രീഷൻസ് നല്ലോണം കൂട്ടും. അതേപോലെ ഓവർ തോട്ട്സ് ഉള്ള ആളുകൾ, സ്ലീപ്പ് കുറഞ്ഞ ആളുകൾ, ഇതെല്ലതും ഇൻഡസ്ട്രിയൽ സെക്രീഷൻസ് കൂട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗട്ടിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ചില കണ്ടീഷൻ, അപ്പോൾ അതായത് സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ അമിതമായിട്ട് ഓയിൽ ഫുഡുകൾ, പ്രോസസ്സഡ് ഫുഡുകൾ, ട്രാൻസ് ഫാറ്റുകൾ, സാച്ചുറേറ്റഡ് ഫാറ്റൊക്കെ ഇറങ്ങിയിട്ടുള്ള ഫുഡുകൾ അമിതമായിട്ട് കഴിക്കുന്ന അവസ്ഥകൾ വരിക, കരിച്ചതും പൊരിച്ചതും കൂടുതൽ കഴിക്കുക, സ്പൈസസ് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ചിലത് കഴിക്കുന്ന ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗട്ടിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് രക്തത്തിലേക്ക് കടക്കാനും, അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷൻ അബ്നോർമൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹെഡേക്ക് നല്ലോണം വരും. അപ്പോൾ നമ്മൾ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ഗട്ടിൽ പല ചേഞ്ചസുകൾ ഉണ്ടായിരിക്കും. അത് എസ്പെഷ്യലി ആ ഒരു വയറ്റിൽ നിന്നുണ്ടാകുന്ന സംഗതി പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ അത് ആയുർവേദിക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പിത്തം എന്ന് പറയും. ആ പിത്തത്തിൻ്റെ ഒരു പ്രസൻസ് ആ ഒരു ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആശ്വാസം കിട്ടും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെയുള്ള ആളുകൾ എന്ത് ശ്രദ്ധിക്കണം, അവരുടെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, ഫുഡ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ചില ഫുഡുകൾ നമ്മൾ ട്രിഗറിങ് ഉണ്ടാക്കും, ചില ഫുഡ് കഴിച്ചാൽ തലവേദന ഉണ്ടാക്കും. അത് ചില ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ചിക്കന് ചില ആളുകൾ കഴിച്ചാൽ എന്ത് ചെയ്യണം, ഇത് കൂടും. അതുപോലെ ചെമ്മീൻ പോലെയുള്ള മീനുകൾ കഴിച്ചാൽ, അയല കഴിച്ചു കഴിഞ്ഞാൽ അത് തലവേദന മാത്രമല്ല ഗ്യാസിൻ്റെ പ്രശ്നം ഇതിന് അസോസിയേറ്റഡ് അവർക്ക് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഫുഡ് അങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇത് ഈ ഫുഡ് കഴിച്ചാൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അങ്ങനെ ഒന്ന് രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയാസമില്ലാതെ നമുക്കിത് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 25 വർഷമായിട്ട് അവർക്ക് നല്ല കടുത്ത മൈഗ്രെയിൻ്റെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പല സ്ഥലങ്ങളിൽ പോയി പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു, പല കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ അവരുടെ ജീവിതത്തെ തന്നെയാണ് ചെയ്യുന്നത്, അവരെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനം നമ്മുടെ ക്ലിനിക്കിൽ കൺസൾട്ടേഷൻ വന്ന സമയത്ത് അവർക്ക് വെറും 3 ദിവസം കൊണ്ട് പിന്നെ അവർക്ക് തലവേദന, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ മാറി എന്നുള്ളതാണ്. അവർ ഇത്ര സാറ് പറഞ്ഞ പോലെ അവർക്ക് ചില ഭക്ഷണങ്ങളായിരുന്നു പല പ്രശ്നം ഉണ്ടായിരുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവർ പെട്ടെന്ന് തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ അറിയില്ല, 3 ദിവസത്തിലൊക്കെ മൈഗ്രെയിൻ പ്രശ്നങ്ങൾ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ, കാരണം അവർ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന, അവരറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർ ഭക്ഷണങ്ങൾ മാത്രമായിരുന്നു. ഈ പറഞ്ഞ സാർ ഒഴിവാക്കാൻ പറഞ്ഞ ഭക്ഷണത്തിൽപ്പെട്ട ഭക്ഷണങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയ സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചോറ്, ചപ്പാത്തി ഐറ്റംസ് ആയിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഭക്ഷണം ഒഴിവാക്കിയ സമയത്ത് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നല്ല റിസൾട്ടിലേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. കാരണം അത്രത്തോളം വർഷങ്ങളായിട്ട് മാറാത്ത മൈഗ്രെയിൻ പോലും നമുക്ക് ഈ പറഞ്ഞ 3 ദിവസം കൊണ്ട് മാറിയ കേസുകളുണ്ട്, 2 ആഴ്ച കൊണ്ട് മാറിയ കേസുകളുണ്ട്. തീരെ അതായത് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും പൂർണ്ണമായി മാറ്റാനും പിന്നീട് ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞ റിസൾട്ട് വരെ നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ്, നല്ല തലവേദന വന്നു കഴിഞ്ഞാൽ സാർ ഐസ് പാക്ക് ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ യുനാനി രൂപത്തിൽ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യുനാനിൽ എന്തെങ്കിലും മെഡിസിൻസ് നമുക്ക് ഇതുപോലെ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈസ വെക്കുക എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളെ തലയിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും, അല്ലെങ്കിൽ നല്ല ആ വേദന നല്ലപോലെ ഒന്ന് പിടിച്ചു നിർത്തുക, നമ്മൾ അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴികൾ നമ്മളെ യുണൈറ്റിലുണ്ടോ? അതിൽ നമ്മൾ പ്രതിവിധി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഈ ഒരു പ്രശ്നത്തിലുള്ള ആളുകൾ അവർ ഹിസ്റ്ററി എടുത്ത് നോക്കണം. ആ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവൾക്ക്
ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഛർദ്ദിക്കാൻ വരുന്ന പ്രശ്നം ഉണ്ടായിരിക്കും, ഉം. ഓവർ സ്ട്രെസ് ഉണ്ടായിരിക്കും, ആങ്സൈറ്റി കൂടുതലായിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി നല്ലോണം ഉണ്ടായിരിക്കും, ഓവർ തോട്ട്സ് നല്ലോണം ഉണ്ടായിരിക്കും, എപ്പോഴും ഒരു ഇറിറ്റബിലിറ്റി നല്ലോണം ഉണ്ടായിരിക്കും ആളുകളെ ആയിരിക്കും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ ഒരു ആക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ മാറും. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, തലവേദന വരും, ഛർദ്ദിക്കാൻ വരും. ഉം. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത് വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐബോൾ നല്ല മൂവ് ചെയ്യും. അതെ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മരങ്ങളും വെഹിക്കിൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിനനുസരിച്ച് ഐബോൾ നല്ലോണം മൂവ് ചെയ്യുമ്പോൾ ബ്രെയിൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ആക്റ്റീവ്, ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ചില ആളുകൾക്ക്. അതെ. അത് അസോസിയേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചില ആളുകൾക്ക് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി വരാനും ഹെഡേക്ക് നല്ല രീതിയിൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾ, ഞാൻ പൊതുവെ പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കണ്ണ് തുറക്കാതെ കുറച്ച് നേരം അടങ്ങി അത് നല്ല ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കൺസെപ്റ്റാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ആക്ച്വലി ഫുഡിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ് ഒരു 3 ദിവസം കൊണ്ട് നല്ല മാറ്റം കിട്ടിയെന്നുള്ളത്. അതെ. ഇതേപോലെ തന്നെ എൻ്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു, ഡെയിലി ഇഞ്ചക്ഷൻ വെക്കുന്ന കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ചനുള്ളിൽ നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആക്ച്വലി പേഴ്സണലൈസ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്താണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഐസ് പാക്ക് വെക്കാം. അത് ഈ പറഞ്ഞതുപോലെ എക്സസ് ആയിട്ടുണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ, ഒരു കാംനെസ് കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അതുപോലെ രക്തചന്ദനം പോലുള്ള അതൊക്കെ ഒരു കൂളിംഗ് എഫക്റ്റ് ബോഡി കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂളിംഗ് എഫക്റ്റ് ബോഡിക്ക് കിട്ടുന്ന സംഗതികൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഷ്യൻസിനോട് പറയുന്ന ഒരു സംഗതിയാണ്, നിങ്ങൾ കക്കരി നല്ലോണം കഴിക്കുക. കക്കരി വളരെ നല്ലതാണ്. അതുപോലെ ചില ആളുകൾ ഞാൻ വാട്ടർ മെലൺ കഴിക്കാൻ പറയുന്നത്, അതുപോലെ മല്ലിയുടെ വെള്ളം നല്ല രീതിയിൽ കഴിക്കാൻ പറയും. അതുപോലെ അങ്ങനെയുള്ള ബോഡിക്ക് കൂളിംഗ് കിട്ടുന്ന സംഗതികൾ കഴിക്കുക. അതുപോലെ നല്ല രീതിയിൽ ഹൈപ്പർ കൂട്ടുന്ന സ്പൈസി ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, അതുപോലെ നോൺ വെജ് അമിതമായിട്ട് കഴിക്കുന്ന ശീലങ്ങൾ, അച്ചാറുകൾ കൂടുതൽ കഴിക്കുക, ബേക്കറി കൂടുതൽ കഴിക്കുക, ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള. അപ്പോൾ ബോഡിയെ നമ്മളെപ്പോഴും കൂളിങ്ങിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. അതെ, അതായത് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത്തരം എല്ലാ പ്രശ്നങ്ങളും പേഴ്സൺ ടു പേഴ്സൺ ആണ്. യെസ് യെസ് യെസ്. അത് ഓരോരോ വ്യക്തികളും, നിങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്നത്, അല്ലെ നിങ്ങളെ കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ പല ആളുകളും പിന്നീട് പറയുന്നൊരു കാര്യമാണ്, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് സ്ലീപ്പിന്റെ പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. ചില സമയത്ത് എക്സാമിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് തലവേദന. ഈ തലവേദന മാത്രമല്ല, ചില ആളുകൾക്ക് വയറുമായിട്ട് കോൺസ്റ്റിപ്പേഷൻ, ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഈ ഹോസ്റ്റൽ ഭാഗത്തുണ്ട് ഭക്ഷണങ്ങൾ പറ്റാത്ത ആളുകളുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കേസസ് നമ്മൾ ക്ലിനിക്കിൽ വരികയും അത് ഒരു പ്രശ്നം, അതായത് ഇത്രയും കാലം ഇതിനായിരുന്നു വേദന സഹിച്ചത്, ഇത്രയും നല്ല ചികിത്സകളും ഇത്രയും നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്ന സമയത്ത് എന്തിനാണ് വേദന സഹിച്ചത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. തല വെട്ടിപ്പൊളിയുന്ന രൂപത്തിൽ വേദന വന്നിട്ട് ജീവിതം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ ജോലിയിൽ നിന്ന് രാജിവെച്ച് ജീവിതം നശിച്ചു എന്ന് കരുതുന്ന ആ സാഹചര്യത്തിൽ നിന്ന് വരെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തിട്ട് ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഇത്രയും കണ്ടീഷൻ, അതായത് ഡോക്ടേഴ്സ് പറയുന്ന പോലെ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദനകൾ നല്ല പോലെ മാറ്റാൻ പറ്റും. ചില കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തലവേദന വന്നാൽ ഡോക്ടറെ അടുത്ത് പോകും, ടെസ്റ്റുകളൊക്കെ ചെയ്യും, എല്ലാ ടെസ്റ്റുകളും നോർമൽ ആയിരിക്കും. അവസാനം കൂടെയുള്ള ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടുകാർ പറയില്ല, എന്താ എനിക്ക് മാനസികമാണ്. അതായത് എൻ്റെ ടെസ്റ്റുകളൊക്കെ നോർമലാണ്, ഇത് പറ്റിക്കുകയാണ്, വെറുതെ പറയാണ്, എനിക്ക് വേദന ഒന്നുമില്ല, അങ്ങനെ ആകെ പ്രശ്നം ചെയ്യും കൂടും. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങനെ ഡൗൺ ആകുന്ന ഒരു കണ്ടീഷനാണ്. അത് പല കേസുകളും വരില്ല. അപ്പോൾ എല്ലാ ടെസ്റ്റും റിപ്പോർട്ട് ചെയ്ത് വരും, ഡോക്ടർ എൻ്റെ ടെസ്റ്റും റിപ്പോർട്ട് ഇതൊക്കെ നോർമലാണ്, എല്ലാം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എല്ലതും നോർമലാണ്, ഇനി ഞാൻ എന്താ ചെയ്യാന്ന രീതിയിൽ പറയും. അത് ഒന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ചെറിയൊരു ശീലങ്ങളായിരിക്കും ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് ഉറക്കം കിട്ടുന്നുണ്ടാവില്ല പ്രോപ്പറായിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവില്ല. ആ ഒരു പിൻ പോയിന്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, അതോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ട് വരികയും ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായിക്കോട്ടെ അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊറിയർ വഴി എത്തിച്ചേരാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടറുടെ ഡയറ്റുകൾ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതായത് ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഡയറ്റീഷ്യൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് നിങ്ങളെ നല്ലൊരു ഹെൽത്തി ആയിട്ട് നിങ്ങൾ മൈഗ്രെയിന് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് അതിൽ റിലീഫ് കിട്ടാറുണ്ട്. നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് ഈ ഡയറ്റ് എടുക്കുന്ന ആളുകൾക്ക് ആരെ ഷുഗർ മരുന്നില്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, ബിപിൻ്റെ മരുന്ന് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്, ഫാറ്റിൽ ഒരു ഗ്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടായത് പോലും സിമ്പിളായിട്ട് നോർമലിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ
മാറിയിട്ടുണ്ട്. ഒരു മാസം കൊണ്ട് 12 മുതൽ 15 കിലോ വരെ കുറച്ച് ആളുകളുണ്ട്. അത് എല്ലാം ഇതൊരു ഡയറ്റ് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കുന്ന സമയത്താണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ പിന്നെ ഡോക്ടറോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ, നിങ്ങൾ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് പറഞ്ഞ പോലെ ഓൺലൈനും ഓഫ്ലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്മൾ അവസാനമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ, ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ഇപ്പോൾ ഇത്തരം മൈഗ്രെയിൻ ഉള്ള ആളുകളിൽ പലപ്പോഴും അവർക്ക് കൺഫ്യൂഷനാണ്, ഡോക്ടറെ ഇത് വെറും തലവേദന ആയിരിക്കൂലേ, അല്ലെങ്കിൽ ക്യാൻസർ ആണോ എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും പറയാറുണ്ട്. അതെങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും? ഒന്ന്, ഇപ്പോൾ അതിനാണ് നമ്മൾ സ്കാനിങ് ചെയ്യണത്. സ്കാനിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസർ പോലെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മൈഗ്രെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എടുത്തു പറയാനുള്ള ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ആളുകൾ എല്ലാം നോർമലായിരിക്കും, പിന്നെ എന്ത് ചെയ്യും, ആളുകളെ നിങ്ങൾ പറ്റിക്കുകയാണെന്നുള്ള രീതിയിൽ രോഗിയെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം വരും എന്നുള്ളതാണ്. അപ്പോൾ മൈഗ്രെയിൻ ആണെന്ന് ഉറപ്പിക്കാൻ വേറെ ഒന്നുമില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ സിവിയർ ഹെഡേക്ക് വരിക, അത് എസ്പെഷ്യലി പറഞ്ഞതുപോലെ ടെൻഷൻ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കില്ല, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും റീസൺസ് ഉണ്ടായിരിക്കും. മറ്റൊന്ന്, ഇത് വരുന്ന സമയത്ത് ലൈറ്റ് തീരെ നോക്കാൻ പറ്റില്ല. ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ചിലപ്പോൾ എന്നും നമ്മളെ ഏറ്റവും നല്ല സ്നേഹിക്കുന്ന നമ്മൾ ചെറിയ മക്കളൊക്കെ ഉണ്ടായിരിക്കും, ഒരു പ്രശ്നമില്ലാത്തായിരിക്കും. പക്ഷേ ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ കുട്ടീൻ്റെ സൗണ്ട് പോലും നമുക്ക് പറ്റില്ല. നല്ല ചീത്ത പറയുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ വാതിലടിച്ച് കുറ്റിയിട്ടിട്ട് ഇരുട്ട് മുറിയിൽ എന്ത് ചെയ്യണം, കിടക്കേണ്ട ഒരു സാഹചര്യം വരിക, അതേപോലെ ഛർദ്ദിക്കാൻ വരിക. ഈ പറഞ്ഞതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്, മോസ്റ്റ്ലി മൈഗ്രെയിൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞത്, ബാക്കി ടെസ്റ്റുകളൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് താനും. അതേപോലെ ഇത് ഭയങ്കര സിവിയാരിറ്റിയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ചില ആളുകൾ ചിലപ്പോൾ മണിക്കൂറുകൾ എന്ത് ചെയ്യും, അപ് ടു ഡേയ്സ് വരെ എന്ത് ചെയ്യും, അതിൻ്റെ എപ്പിസോഡ് നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം, ഏത് പോയിന്റ് എന്നാന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തിയാൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ മൈഗ്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 25 വർഷമായിട്ടുള്ള ആളുകൾക്ക് പോലും മൈഗ്രെയിൻ 3 ദിവസങ്ങൾ മാറിയിട്ടുള്ളത് അവർ സ്ഥിരമായിട്ട് കഴിച്ച ഒരു ഭക്ഷണം, ഈ പറഞ്ഞ ചോറും കാര്യങ്ങളും ഒഴിവാക്കിയപ്പോഴാണ്. അതായത് നിങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളെ സ്ഥിരമായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് എങ്ങനെ വേണം, എന്താണ് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിറാജ് സാറാണ്, Q&B ഹെൽത്ത് കെയറിലെ യുനാനി കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.